ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓസ്ട്രേലിയയുടെ ഫുൾ സ്റ്റുഡൻറ്റ് ജേണി, അതായത് ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റുഡൻ്റ് ആയിട്ട് എത്താം എന്നുള്ളൊരു സ്റ്റുഡൻറ്റ് ജേണി സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ മൂന്നാമത്തെ ഭാഗമായിട്ടോ ഇത്. ഈ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കിടക്കാൻ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ, എൻ്റെ പേര് അശ്വതി. ഞാൻ ഓസ്ട്രേലിയയിൽ വന്നിട്ട്, അതായത് സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ട് ഇപ്പോൾ 5 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് ഓസ്ട്രേലിയ എന്നുള്ള രാജ്യം തന്നെയാണോ നിങ്ങൾക്ക് പറ്റിയ രാജ്യം എന്ന് അറിയണം എന്നാണ്. അതിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയയുടെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത്, ഓസ്ട്രേലിയയിൽ വരാൻ നേരത്ത് യൂഷ്വലി എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, PR നേടുന്നതാണല്ലോ. അതിന് പറ്റിയ പ്രോപ്പർ കോഴ്സ് അല്ലെങ്കിൽ PR ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഴ്സ്, കറക്റ്റായിട്ടുള്ള റൈറ്റ് കോഴ്സ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ മെയിൻ വീട്ടിലേക്ക് കിടക്കാൻ നേരത്ത് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, റീസെൻ്റ്ലി കുറേ പേരിനോട് ചോദിച്ചു, ചേച്ചി ഞങ്ങൾ ഓസ്ട്രേലിയയിൽ വരുവാണ്, ഇതുവരെ അക്കോമഡേഷൻ സെറ്റ് ആയിട്ടില്ലാന്ന്. അപ്പോൾ ഈ വീഡിയോ സ്പോൺസർ ചെയ്തേക്കുന്നത് ആംബർ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ മെൽബണിലോട്ട് വന്നപ്പോൾ ഞാൻ കോളേജിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമ പഠിക്കാനകത്ത് എൻ്റെ കോളേജിൽ നിന്ന് 6 മിനിറ്റ് അകലത്തിൽ എനിക്ക് എൻ്റെ അക്കോമഡേഷൻ കണ്ടെത്തി തന്നത് ഈ ആംബർ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനാണ്. അപ്പോൾ നിങ്ങൾ വരാൻ നേരത്ത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് താമസിക്കുക എന്നുള്ള രീതിയിലാണ്. കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ് എല്ലാ കാര്യത്തിലും. പിന്നെ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കി ആളുകളായിട്ട് കണ്ടുമുട്ടാനും നെറ്റ്വർക്കിങ്ങിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നെറ്റ്വർക്കിംഗ് എത്ര ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾക്ക് അറിയാം. ജോലി കിട്ടാനായിക്കോട്ടെ, ബാക്കി നമുക്ക് പഠനത്തിൻ്റെ കേസിലായിക്കോട്ടെ, ഓസ്ട്രേലിയ നെറ്റ്വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനിൽ താമസിക്കുകയാണെങ്കിൽ അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൂടാതെ ആംബർ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യൂണിവേഴ്സിറ്റി വെച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയോട് തൊട്ട് ചേർന്നിട്ടുള്ള അക്കോമഡേഷൻ കണ്ടുപിടിക്കാനായിട്ട് അവർ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് അക്കോമഡേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ UW ആണെങ്കിൽ UW എന്ന് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള അക്കോമഡേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇവർ നമ്മളെ സഹായിക്കുന്നതാണ്. എങ്ങനെയെങ്കിലും എത്തിപ്പെടുക എന്ന് ഓർത്ത് നിങ്ങൾ വരരുത്. ഞാൻ വന്ന സമയത്ത് എനിക്ക് വലിയൊരു അബദ്ധം പറ്റിയത് കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ PR ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോഴ്സ് എടുക്കാതെ വന്നതാണ്. ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു തരാനോ വീഡിയോസൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് അധികം വീഡിയോസ് കാണാൻ പറ്റും. അന്ന് എനിക്ക് ആകെ അറിയാവുന്ന ഒരു SOL ലിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അത് മാത്രമേ എനിക്ക് അറിയാറുള്ളൂ. ഇപ്പം നമുക്ക് കുറച്ചുകൂടെ, ഇപ്പം എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് സെലക്ഷൻ എന്നുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കുറച്ചല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമായിട്ട് തന്നെ നിങ്ങൾ കാണണം. എല്ലാവരും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ കാണാറ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതും കോഴ്സ് സെലക്ഷനിലാണ്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടു, അത് കഴിഞ്ഞിട്ട് നമുക്ക് PR കിട്ടിയില്ലെങ്കിൽ കാര്യമുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിക്കവരും വരുന്നത് ഓസ്ട്രേലിയയിൽ വന്ന് ലോങ് ടേമിലേക്ക് PR കിട്ടണം എന്ന ലക്ഷ്യത്തോടെ വരുന്നതാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് പഠിച്ചിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് വരാം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഓസ്ട്രേലിയയിൽ PR ഫ്രണ്ട്ലി, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ PR കിട്ടാൻ പാകത്തിനുള്ളൊരു കോഴ്സാണ് നിങ്ങൾ എടുക്കണേന്ന് ഉറപ്പുവരുത്താം. അതിനുള്ളൊരു വീഡിയോ കേട്ടോ. ഞാൻ പിന്നെയും പറയുവാണ്, മിക്കവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് വരും, ഏജൻസി പറഞ്ഞൊരു കോഴ്സാണ്, കേട്ടേക്കുന്ന ഡിമാൻഡ് ഉണ്ടെന്നൊക്കെയാണെന്നും പറഞ്ഞിട്ട് എടുത്തിട്ട് വരും. പിന്നെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചാറുണ്ട്, ചേച്ചി ഇവിടെ വന്നപ്പോഴേ മനസ്സിലായേ ഇതിനൊരു PRും കിട്ടത്തില്ല, ഇനി കോഴ്സ് ചേഞ്ച് ചെയ്യാൻ കുറേ നാൾ വെയിറ്റ് ചെയ്യണം, പിന്നെ കുറേ പൈസ പോവും. പൈസയുടെ മാത്രമല്ല, സമയം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഞാൻ വന്ന സമയത്ത് ഞാൻ മാസ്റ്റേഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറൊരു കോഴ്സ് കൂടി ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ. അപ്പോൾ നമുക്കിനി മെയിൻ പോയിന്റ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാൻ നേരത്തെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കോഴ്സ് അല്ല ഒക്യുപ്പേഷൻ ആണെന്നാണ്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലി കുട്ടികൾ എന്തായാലും അവരുടെ ഫീൽഡിലുള്ള ഒരു സെറ്റോ അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് കോഴ്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഏജൻസി കൊടുക്കും ഒരു 4 കോഴ്സ്, അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക, അതിന് നല്ല ഡിമാൻഡ് എന്ന് പറയും. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ ഒരു ലിസ്റ്റ് ഓഫ് കോഴ്സസിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് നോക്കും, ഈ കോഴ്സ് ഞാൻ അത്യാവശ്യം കേട്ടിട്ടുണ്ട്, ഓസ്ട്രേലിയ ഡിമാൻഡ് ഉണ്ടെന്നാ തോന്നുന്നത്, എന്നാൽ ആ ഒരു കോഴ്സ് എടുക്കാമെന്ന് പറയും. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഒക്യുപ്പേഷൻ. നിങ്ങൾ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ഏത് ജോലിയിലാണെങ്കിലാണ് നിങ്ങളുടെ ഫീൽഡിൽ നിനക്ക് PR കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ജോലി കിട്ടാൻ ഏത് കോഴ്സ് പഠിക്കണം എന്നുള്ള രീതിയിൽ നോക്കുക. ഞാൻ പറയാൻ നേരത്ത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട്, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾ നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാവണം, ഓസ്ട്രേലിയയിൽ കെമിക്കൽ എൻജിനീയേഴ്സിന് സ്കോപ്പ് ഉണ്ട്, അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടെന്ന് കേൾക്കുവാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കോഴ്സിൻ്റെ പേരിൽ ഇപ്പോൾ മാസ്റ്റേഴ്സ് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടാവും, ചിലപ്പോൾ അതുകൂടാതെ
വേറെ ഏതെങ്കിലും കോഴ്സ് കേൾക്കാൻ നേരത്ത് നിങ്ങൾക്ക് തോന്നും അത് പഠിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ എഞ്ചിനീയർ ആവാന്ന് തോന്നും. പക്ഷേ ഓസ്ട്രേലിയയിൽ ഇന്ന സ്പെസിഫിക് കോഴ്സ് പഠിച്ചാൽ മാത്രമാണ് ആ ഒരു ഒക്യുപ്പേഷനിൽ നമുക്ക് PR വയ്ക്കാൻ പറ്റുള്ളൂ എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒക്യുപ്പേഷൻ ചൂസ് ചെയ്യാനായിട്ട് മെയിനായിട്ട് പറയുന്നതിൻ്റെ വേറൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ്, ഇപ്പം ഞാൻ പറഞ്ഞത് കെമിക്കൽ എഞ്ചിനീയർ ആവാൻ ഞാൻ ഏത് കോഴ്സ് പഠിക്കണം, ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കുക. ആദ്യം കോഴ്സ് സെലക്ട് ചെയ്യാതെ ഡിമാൻഡുള്ള ഒക്യുപ്പേഷൻ നിങ്ങളുടെ ഫീൽഡിൽ ഏതാണോ ആ ഡിമാൻഡുള്ള ഒക്യുപ്പേഷൻ നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കണം, ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം ലാഭിക്കും. ഒന്നാമത്തെ കുറേ കോഴ്സ് എടുത്ത് നോക്കണേക്കാളും. അതുകൂടാതെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞോളൂ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കോഴ്സ് പഠിച്ചാലും നിങ്ങൾ ഓർക്കുകയാണ് പേര് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇതിന് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ PR-ന് ഇതിനകത്ത് അവർ കൃത്യമായിട്ട് പറയും ഈ ഒരു കോഴ്സ് പഠിച്ചാലാണ് നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ആദ്യം ഒക്യുപ്പേഷൻ സെലക്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ലീഡ് ചെയ്യുന്ന കോഴ്സ് ഏതാണെന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അതാണ് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടക്കാൻ നേരത്തെ എനിക്ക് പറയാനുള്ളത്, PR ലിസ്റ്റ് നോക്കിയിട്ട്, ഇവിടെ കുറച്ച് PR ലിസ്റ്റ് ഉണ്ട്, അത് നോക്കിയിട്ട് മാത്രം അതിനകത്തുള്ള ഒരു കോഴ്സ് മാത്രം സെലക്ട് ചെയ്യുക. യൂഷ്വലി കണ്ടുവരുന്ന ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SOL ലിസ്റ്റിലുണ്ടോ, ഓക്കെ SOL ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ആ കോഴ്സ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് PR കിട്ടും. ആ ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. അത് നോക്കി വന്നിട്ട് കാര്യം ഇല്ല, അത് മാത്രം നോക്കി വന്നിട്ട് കാര്യമില്ല. ഓസ്ട്രേലിയൻ ഗവൺമെന്റ് തന്നെ പറയുന്ന ഒരു സംഭവമാണ് SOL ലിസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്. അതിനകത്ത് A to Z എല്ലാ കോഴ്സസും അല്ലെങ്കിൽ ഒക്യുപ്പേഷനും ഉണ്ടെന്ന് അവർ പറയുന്നത്. SOL ലിസ്റ്റിലുള്ള ഒരു ഒക്യുപ്പേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് PR-ന് അപ്ലൈ ചെയ്യാം. ഞാൻ എടുത്തു പറയാണ്, PR-ന് അപ്ലൈ ചെയ്യാം. ആരും പറയുന്നില്ല നിങ്ങൾ അതിനകത്തോട്ടുള്ള ഒരു ഒക്യുപ്പേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് PR കിട്ടുന്നു. അപ്ലൈ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഏതൊക്കെ ഒക്യുപ്പേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം, അതാ പറഞ്ഞിട്ടോ. അപ്പൊ അത് നോക്കി വന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ PR കിട്ടണമെന്നുണ്ടോ, ഒരിക്കലും ഇല്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരു 3 ലിസ്റ്റാണ് റീസെന്റ് ഓസ്ട്രേലിയ കുറച്ചുകൂടി കൺസിഡർ ചെയ്യുന്നത്. ഒന്നാമത്തെ ലിസ്റ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ MLTSSL ലിസ്റ്റാണ്. അത് ലോങ് ആയിട്ട് പറയുവാണെങ്കിൽ മീഡിയം ആൻഡ് ലോങ് ടേം സ്ട്രാറ്റജിക് സ്കിൽസ് ലിസ്റ്റ് എന്നാണ് പറയുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡന്റ് PR എന്ന് പറയും. PR തന്നെ കുറച്ച് സെക്ഷൻസ് ഉണ്ട്, ഇതിന്റെ വേണമെങ്കിൽ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാവുന്നതാണ്. അതിനകത്ത് 189 എന്ന് പറഞ്ഞതാണ് പോയിന്റ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. അപ്പം അതിനകത്തേക്ക് ലീഡ് ചെയ്യുന്നത് ഇതിനകത്തുള്ള ഒക്യുപ്പേഷൻസ് ആട്ടോ. രണ്ടാമത്തെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ STSOL ലിസ്റ്റ്, ഷോർട്ട് ടൈം സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് പറയും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും സ്റ്റേറ്റ് നോമിനേഷൻസിന് നമുക്ക് PR വിളിക്കുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഇതിനകത്ത് രണ്ടിലും ഉണ്ടോ നോക്കാം. അതുകൂടാതെ ROL ലിസ്റ്റ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റീജിയണൽ ഒക്യുപ്പേഷൻ ലിസ്റ്റ്, അത് റീജിയണൽ ഏരിയാസിലേക്ക് മാത്രം ഉള്ളൊരു സംഭവമാണ്. ഇതിനകത്ത് 3ലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു ഒക്യുപ്പേഷൻ തന്നെയാണ് നിങ്ങൾ എടുത്തേക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഒന്നും അല്ലെങ്കിൽ ഇച്ചിരി പാടായിരിക്കും നമുക്ക് ആ ഒരു ഫീൽഡിൽ PR കിട്ടുന്ന ഒരു ജോലി ആവണമെന്ന് ഇല്ല എന്നതാണ് ഉദ്ദേശം. അപ്പം നോക്കി വരാൻ നമുക്ക് അത്യാവശ്യം ഇതിനകത്ത് എല്ലാത്തിലുള്ളത് ഒരു ഒക്യുപ്പേഷനാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ പെർഫെക്റ്റ്. അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചെങ്കിലും നല്ലതായിരിക്കും. ഒന്നിലും ഇല്ലാത്ത ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഭയങ്കര പാടായിരിക്കും PR കിട്ടാനെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കാൻ നേരത്തെ എനിക്ക് പറയാനുള്ളത് സ്റ്റേറ്റ് ഡിമാൻഡ് ചെക്ക് ചെയ്യുക. സ്റ്റേറ്റ് ഡിമാൻഡ് ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, അവർക്ക് ഓരോ സ്റ്റേറ്റിനും അവരുടേതായ മൈഗ്രേഷൻ ലിസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് കിട്ടാവുന്നതാണ്. ഈ മൈഗ്രേഷൻ ലിസ്റ്റിൽ എല്ലാ സ്റ്റേറ്റും എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒക്യുപ്പേഷൻ, ഓക്കെ കെമിക്കൽ എഞ്ചിനീയർ ഇവരുടെ ടസ്മാനിയയിൽ എന്താണ് മൈഗ്രേഷൻ ലിസ്റ്റിലുണ്ടോ, വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ മൈഗ്രേഷൻ ലിസ്റ്റിലുണ്ടോ, വിക്ടോറിയയിലെ മൈഗ്രേഷൻ ലിസ്റ്റിലുണ്ടോ. ഇങ്ങനെ നോക്കാൻ നേരത്ത് ഒട്ടുമിക്ക എല്ലാ സ്റ്റേറ്റിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒബ്വിയസ്ലി അതിന് ഡിമാൻഡ് ഉണ്ടെന്നാലോ. പക്ഷെ തിരിച്ചാണ്, അതായത് ഇപ്പോൾ ഒറ്റ സ്റ്റേറ്റിലും ഇല്ല, ഒരു സ്റ്റേറ്റിലെങ്ങാനും ഉള്ളൂ, അതിൻ്റെ അർത്ഥം ഒബ്വിയസ്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒക്യുപ്പേഷൻ അത്രയും ഡിമാൻഡ് ഇല്ല എന്നതാണ്. അടുത്ത പോയിന്റിലേക്ക് കടക്കാനടുത്ത് എനിക്ക് പറയാനുള്ളത് സ്കിൽസ് അസസ്മെന്റിന്റെ റിക്വയർമെന്റ്സിനെ പറ്റിയിട്ടാട്ടോ. ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്, നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. എന്താണ് സ്കിൽസ് അസസ്മെന്റ് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഈ പറയുന്നത്. PR ആപ്ലിക്കേഷന്റെ ഫസ്റ്റ് സ്റ്റേജാണ് സ്കിൽസ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അത് പാസ്സായാൽ മാത്രമാണ് നമുക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു സിറ്റുവേഷൻ. ഇതിനകത്ത് കുറച്ച് ഒക്യുപ്പേഷനിൽ ഇത് പാസ്സാവണമെങ്കിൽ എക്സ്പീരിയൻസ് വേണമെന്നില്ല. പക്ഷേ അതേസമയം ചില ഒക്യുപ്പേഷൻസിന് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പാസ്സാവാൻ പറ്റുള്ളൂ എന്നുണ്ട്. ഇപ്പം നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആവാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഒക്യുപ്പേഷൻ ഉണ്ടല്ലോ, ആ ഒക്യുപ്പേഷന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണമെങ്കിൽ എത്ര നാളത്തെ എക്സ്പീരിയൻസ് വേണം, അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രം ആ ഒരു ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു കോഴ്സ്, ആ ഒക്യുപ്പേഷനിലേക്ക് ലീഡ് ചെയ്യുന്ന കോഴ്സ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ
എക്സ്പീരിയൻസ് വേണ്ടാത്ത കുറേ ഒക്യുപ്പേഷൻസ് ഉണ്ട് PR അപ്ലൈ ചെയ്യാൻ നേരത്ത്. അപ്പം അങ്ങനത്തെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഫൈനാൻസ് എടുത്ത സമയത്ത് അതായിരുന്നു പറ്റിയത്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സ്കിൽ അസസ്മെൻറ്റ് പാസ്സാവുള്ളൂ എന്നുണ്ടായിരുന്നു. ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചർ ആയപ്പോൾ ആ ഒരു സംഭവം വേണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് വേണ്ടാത്ത ഒരു കോഴ്സ് നിങ്ങൾക്ക് എടുക്കാം, അല്ലെ ഒക്യുപ്പേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അത്രയും സമയം ലാഭിക്കാം. അതുകൂടാണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കുറവാണെന്നും ആണ്. അടുത്ത പോയിന്റിലേക്ക് കിടക്കാനത്ത് എനിക്ക് പറയാനുള്ളത് PR പോയിന്റ്സിനെ പറ്റിയിട്ടാണ്. PR പോയിന്റ്സിനെ പറ്റി പറയാനത്ത് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് PR കിട്ടുന്നത് പോയിന്റ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ്. മിനിമം നമുക്ക് 65 പോയിന്റ്സ് വേണം. അപ്പം നിങ്ങളുടെ ഒക്യുപ്പേഷനിലും എത്ര പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ എനിക്ക് കറക്റ്റ്ലി ഉള്ളത് 90 പോയിന്റ്സ് ആട്ടോ എൻ്റെ ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചറിന്. അപ്പം നിങ്ങൾ ഞാൻ ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചറാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണ്, നിങ്ങൾ ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചർ ആവാനാണ് നോക്കുന്നത്, ആ ഒരു ഒക്യുപ്പേഷനിലാണ് നിങ്ങൾ PR അപ്ലൈ ചെയ്യാൻ നോക്കണമെങ്കിൽ നിങ്ങൾ നോക്കുക കഴിഞ്ഞ 2 വർഷത്തെ PR ഇൻവിറ്റേഷൻ റൗണ്ട്സിൽ എത്ര പോയിന്റ്സിനാണ് വിളിച്ചത്. ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം അവർ വിളിച്ചത് 70 പോയിന്റാണ്. ഈ വർഷം അത് കഴിഞ്ഞിട്ട് അവർ കൂട്ടി 85 പോയിന്റിന് വിളിക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എത്ര പോയിന്റ് കിട്ടും. ഈ പറയുന്ന ഇൻവിറ്റേഷൻ റൗണ്ടിൽ ഓരോ വർഷം കൂടുന്നതും പോയിന്റ് കൂടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കോമ്പറ്റീഷൻ കൂടുകയാണ് കേട്ടോ. പോയിന്റ് കുറയുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് മീൻസ് അതിനനുസരിച്ച് ആളുകളില്ലാന്ന്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും പോയിന്റ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുമോ, അപ്പോൾ നിങ്ങൾക്ക് അച്ചീവബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണോ, അതൊക്കെ നോക്കിയിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ എനിക്കിപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് നോക്കുന്നതാണ്, ഓക്കെ ഏർലി ചൈൽഡ് ടീച്ചർ ആവാനാണ് അവർ വിളിച്ചത് 85 പോയിന്റ്, എനിക്ക് എത്ര നോക്കിയാലും 65 പോയിന്റ് കൂടുതൽ കിട്ടില്ല എന്നും തോന്നുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ഒക്യുപ്പേഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് എടുത്തിട്ട് കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒക്യുപ്പേഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്യുക. റീസെന്റ് റൗണ്ട്സ് ഇൻവിറ്റേഷൻ റൗണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് സ്കിൽ സെലക്ട് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാനായിട്ട് പറ്റുന്നതാണ്. എത്ര പോയിന്റിനാണ് വിളിച്ചത്, കട്ട് ഓഫ് പോയിന്റ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നതാട്ടോ. അപ്പോൾ അതും കൂടി നോക്കുക. ഇനി അവസാനത്തെ പോയിന്റ് ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കേൾക്കാൻ നേരത്ത് കോമഡി ആയിട്ട് തോന്നും. PR വേണ്ടി മാത്രം ഒരു കോഴ്സ് എടുക്കരുത്. ഈ ഒരു പോയിന്റ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിനകത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലി കുറേ കുട്ടികൾ, ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു കുറച്ചുള്ളൂ, പക്ഷെ കുറച്ചധികം ആളുകൾ എന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഇപ്പോൾ PR എന്നുള്ള രീതിയിൽ മാത്രം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരു കോഴ്സ് എടുത്തിട്ട് വരും. കാര്യം PR കിട്ടുന്ന ഓർത്തിട്ട് ഇവിടെ വരുമ്പോൾ കുട്ടികൾ സ്ട്രഗിൾ ചെയ്യും. ചേച്ചി ഞാൻ തോറ്റു, ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ചേച്ചി എനിക്കിത് പഠിക്കാൻ പറ്റും തോന്നുന്നില്ല, ഞാൻ ഭയങ്കര അസൈൻമെൻ്റ് ഒക്കെ പുറത്തു കൊടുത്ത് ചെയ്യേണ്ടി വരും തോന്നുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ കുറേ പേര് പറഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾ PR ഫ്രണ്ട്ലി കോഴ്സ് എടുക്കരുത്. അല്ലെങ്കിൽ ഇത്രയും ഞാനത് പറഞ്ഞിട്ട് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നാം. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ PR ഫ്രണ്ട്ലി കോഴ്സ് എടുക്കണം, പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഇത് അച്ചീവബിൾ ആണോ എന്ന് നോക്കണം. ഒരു വേറെ രീതി പറയുവാണെങ്കിൽ സോഷ്യൽ വർക്ക് എടുത്ത ഒരു കൊച്ചു വന്നിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ചില ഇതിനകത്ത് മീൻസ് വേറെ ആണെങ്കിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ എടുത്ത് വരാനകത്ത് ഈവൻ 6 മാസം കഴിഞ്ഞ് കോഴ്സ് ചേഞ്ച് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് എടുക്കുന്നതിന് കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുമെന്ന് നോക്കണം. നമ്മൾ PR കിട്ടണമെന്ന് ഓർത്തിട്ട് വേറെ ഏതോ ഒരു ബന്ധമില്ലാത്തൊരു കോഴ്സ് എടുത്തിട്ട് പിന്നെ PR കിട്ടിയില്ല, തോറ്റും പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതും കൂടി നോക്കുക. അല്ലെങ്കിൽ നമ്മൾ അത്രയും മാക്സിമം എഫേർട്ട്, കാര്യം നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു സിസ്റ്റം അല്ല ഇവിടെ പഠിക്കാനത്തെ, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതും കൂടി നമ്മൾ മനസ്സിൽ വെക്കുക. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇൻസ്റ്റഗ്രാം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിനകത്ത് ഞാൻ ആഴ്ചയിൽ മിനിമം 3 വീഡിയോ എങ്കിലും ഇടാനായിട്ട് ശ്രമിക്കാറുണ്ട്. നിങ്ങൾക്ക് ഓസ്ട്രേലിയയുടെ ജീവിതം, എൻ്റെ ജീവിതം, എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി അറിയാനായിട്ട് പറ്റുന്നതാണ്, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ അതുകൂടാതെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടായിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്കൊരു സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ഉണ്ട്. റീസെൻ്റ്ലി അത് 3000 ആളുകളിൽ കൂടുതലായിരുന്നു മെമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റി കൊണ്ട് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വന്ന സമയത്ത് എനിക്ക് ആരും അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെതായ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ആ ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയത്. ഇപ്പോൾ അതിനകത്ത് 3000ൽ കൂടുതൽ കുട്ടികളായി എന്ന് പറയാൻ നേരത്തെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തായാലും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരായിട്ട് കണക്ട് ചെയ്യാം. യൂഷ്വലി വരുന്നത് ഒരേ അക്കോമഡേഷൻ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ കുറേ പേർക്ക് ഹെൽപ്പായെന്ന് അവരെന്നോട് കുറേ പേര് പറഞ്ഞിരുന്നു. അതുകൂടാതെ നിങ്ങളുടെ ചില സിറ്റുവേഷനിൽ ഒരേ യൂണിവേഴ്സിറ്റി ആവാം, ഒരേ പ്ലേസ് ആവാം നിങ്ങൾ താമസിക്കുന്നത്, അതേ കൂടാതെ ഇപ്പം എന്നാ പറയുക ഒരേ കോഴ്സ് ആവാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വരാനിരിക്കുന്നവർ മാത്രമല്ല കേട്ടോ, ഓൾറെഡി ഇവിടെ ഉള്ള കുറേ ആളുകളും ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യണം. നിങ്ങൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ കുഞ്ഞു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് അയയ്ക്കുക.
ഐ സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യുന്നതാണ്. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കുവാണ്, ഒരു 2-3 ഡേയ്സ് ഞാൻ മെസ്സേജിന് റെസ്പോൺസ് തരാനായിട്ട് എടുക്കുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചധികം മെസ്സേജസ് വരുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് സമയം കിട്ടുമ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വേറെ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ട്, വീഡിയോ ഉണ്ടാക്കുക, ഈ വീഡിയോ ചെയ്യുമെന്നൊക്കെ ആണെങ്കിൽ ഈ കമൻറ്റ് സെക്ഷനിൽ ഇടാം. നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. കുറച്ച് പേര് വിസയ്ക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരുടെയും വിസ വന്നോളും. അപ്പോൾ ഇനി കാണുന്നവരെ ബൈ ബൈ.